എന്നു മുതലാണ് ADGP-MR അജിത് കുമാർ ആട്ടിൻതോലിട്ട് ചെന്നായായത്? ക്രമസമാധാന ചുമതലയുള്ള ADGP-MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് PV അൻവർ MLA ഉയർത്തിയത്. നോക്കണം, പിണറായിയുടെ എല്ലാമാണ് ഈ അജിത് കുമാർ. മാത്രമല്ല, സർക്കാരിന് വേണ്ടി അന്വേഷിക്കേണ്ട എല്ലാ നിർണായകമായ കേസുകളും അന്വേഷിക്കുന്നതും ഈ അജിത് കുമാർ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഏമാൻ ADGP അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആയത്? ADGP അജിത് കുമാർ സോളാർ കേസ് അട്ടിമറിച്ചു. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ തലവനാണ്. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന സംശയമുണ്ട്. ആളെ കൊല്ലിച്ചു. തിരുവനന്തപുരത്ത് കവടിയാറിൽ കൊട്ടാരം പണിയുന്നു എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ ജനം ചോദിക്കുന്നതൊക്കെ തീർത്തും ദുരൂഹത നിറഞ്ഞ ചില ചോദ്യങ്ങൾ തന്നെയാണ്. അതായത്, ഒരു കാലത്ത് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ഇറ്റാലിയൻ നാവികരെ നടുക്കടലിൽ നങ്കൂരമിട്ട കപ്പലിലെത്തി തൂക്കിയെടുത്ത് ജയിലിലടച്ച ADGP-MR അജിത് കുമാർ എന്തുകൊണ്ട് ഇമാതിരി പണിയൊക്കെ ചെയ്തു? ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. അതായത്, മുഖ്യമന്ത്രിക്കെതിരായ രഹസ്യമൊഴി പിൻവലിക്കാൻ ശ്രമിച്ച ഇടനിലക്കാരനുമായി അദ്ദേഹം ഉണ്ടാക്കിയ ചങ്ങാത്തമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സൽപ്പേരിന് പോലും കളങ്കം സംഭവിക്കാൻ ഇടയാക്കിയത്. 2 വർഷത്തിനിടെ 2ാം വട്ടമാണ് അജിത് കുമാറിന് വഴിവിട്ട നടപടികളുടെ പേരിൽ അദ്ദേഹത്തിന്റെ തൊപ്പി തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി പിൻവലിപ്പിക്കാൻ ഇടനിലക്കാർ വഴി ശ്രമിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പൗരാവകാശ സംരക്ഷണ ചുമതലയുള്ള ADGP-ആയി നിയമിക്കുകയായിരുന്നു. പിന്നീട് ബറ്റാലിയൻ ADGP-ആക്കി. അവിടെ നിന്ന് 2022 ഒക്ടോബറിലാണ് സംസ്ഥാനത്താകെ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ DGP-ആയി നിയമിതനായത്. സ്വപ്നയുടെ കൂട്ടാളി സരിത്തിനെ വിജിലൻസ് ആരും അറിയാതെ കസ്റ്റഡിയിലാക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതൊക്കെ അന്ന് ഏറെ വിവാദമാവുകയായിരുന്നു. അതായത്, ഇദ്ദേഹത്തിന്റെ സർവീസ് കാലമൊക്കെ വളരെ സംഭവ ബഹുലമായ കഥ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ഇറ്റാലിയൻ നാവികരെ ഇറ്റലിയുടെ കടുത്ത സമ്മർദ്ദം പോലും വകവയ്ക്കാതെ നടുക്കടലിൽ നങ്കൂരമിട്ട കപ്പലിലെത്തി തൂക്കിയെടുത്ത് ജയിലിലടച്ച ADGP-MR അജിത് കുമാർ ഒരു കാലത്ത് പോലീസിലെ സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ രഹസ്യമൊഴി പിൻവലിപ്പിക്കാൻ ശ്രമിച്ച ഇടനിലക്കാരനുമായി ഉണ്ടാക്കിയ ചങ്ങാത്തം അല്ലെങ്കിൽ കൂട്ടുകെട്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പിന്നീട് ഇത്തരത്തിലുള്ള പുലിവാലൊക്കെ പിടിപ്പിക്കാൻ കാരണമായത്. അതുമാത്രമല്ല, ഇദ്ദേഹം ഇന്റലിജൻസ് മേധാവിയുടെ അന്വേഷണത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെയാണ് അജിത് കുമാറിന്റെ വിജിലൻസ് മേധാവിയുടെ തൊപ്പി പോലും തെറിക്കാൻ കാരണമായത്. അതായത്, അജിത് കുമാറിനെ ബലിയാടാക്കി രാഷ്ട്രീയ പോലീസ് ഉന്നതർ രക്ഷപ്പെടുകയാണെന്നും അതല്ല, പോലീസ് ഉന്നതർ പോലും അറിയാതെ അജിത്ത് സ്വന്തം നിലയിൽ നടത്തിയ നീക്കങ്ങൾ പാളിയതാണ് ഇത്തരം നടപടിക്ക് കാരണമായതെന്നുമൊക്കെ പിന്നീട് അഭിപ്രായങ്ങൾ വന്നു. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ അദ്ദേഹം ഒന്നും പഠിച്ചില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വീണ്ടും തെളിയുന്നത്. ഗതാഗത കമ്മീഷണറായിരിക്കെ 2 മാസം പോലും അദ്ദേഹത്തിന് അത് തികയ്ക്കാൻ കഴിയാതെ വിജിലൻസ് മേധാവി അജിത് കുമാറിന് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു. 2 വർഷം തികയ്ക്കും മുൻപ് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ കസേരയിലും ഇത്തരത്തിലൊരു ആട്ടം സംഭവിച്ചിരിക്കുന്നത്. അതായത്, സ്വർണ്ണക്കടത്ത് കേസിലെ ഇടപെടലുകൾ ആരിലും സംശയമുണ്ടാക്കുന്നതായിരുന്നു. സ്വപ്നയുടെ കൂട്ടാളി സരിത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പാലക്കാട്ടെ പോലീസ് നാടെങ്ങും തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിജിലൻസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് ഷാജ് കിരൺ അന്ന് സ്ഥിരീകരിച്ചത്. പോലീസിന് പോലും കിട്ടാത്ത ഈ വിവരം വിജിലൻസ് മേധാവിയായിരുന്ന അജിത് കുമാറാണ് ഷാജ് കിരണിന് കൈമാറിയെന്നാണ് അന്നത്തെ അവകാശവാദം. അതായത്, ഷാജ് പറഞ്ഞ സമയത്തിനകം സരിത്തിനെ വിട്ടയക്കുകയും ചെയ്തു. സരിത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയായിരുന്നു വിജിലൻസിന്റെ ലക്ഷ്യം. ഈ ഫോണിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്താൻ അജിത്ത് ശ്രമിച്ചു എന്നത് തന്നെയാണ് ഇന്റലിജൻസ് പിന്നീട് കണ്ടെത്തിയത്. അതായത്, സരിത്തിനെ ആരും അറിയാതെ പിടികൂടിയതും മൊഴി പിൻവലിപ്പിക്കാൻ സ്വപ്നയെ നിർബന്ധിച്ച ഇടനിലക്കാരനുമായൊക്കെ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതുമൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന് ചേരാത്ത പ്രവർത്തനമാണ് എന്ന് തന്നെ DGP മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് അജിത്തിന്റെ തൊപ്പി തെറിച്ചത്. അതായത്, ADGP-യുടെ എക്സ്കേഡർ തസ്തിക 1 വർഷത്തേക്ക് സൃഷ്ടിച്ച് പൗരാവകാശ സംരക്ഷണ ചുമതലയുള്ള ADGP-ആയിട്ടായിരുന്നു ആദ്യ നിയമനം. അതായത്, UDF ഭരണകാലത്ത് സുപ്രധാന കസേരകളിലായിരുന്ന
അജിത്ത് സോളാർ വിവാദ നായികയുടെ ആരോപണത്തിൽ കുടുങ്ങുകയായിരുന്നു. മാത്രമല്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ 2012 ഫെബ്രുവരിയിലെ കടൽ കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ തുറങ്കലിലടച്ച അജിത് കുമാർ അന്ന് ലോക ശ്രദ്ധ തന്നെ നേടുകയും ചെയ്തു. ഇറ്റലിയുമായുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്കും രാജ്യങ്ങളുടെ പരമാധികാരാവകാശങ്ങൾ ഖനിക്കുന്ന തലത്തിലേക്കുമൊക്കെയായിരുന്നു അജിത്തിന്റെ ഇടപെടലുണ്ടായത്. അന്ന് അന്തർദേശീയ തലത്തിൽ ഏറെ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തികൾ ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തു. പ്രതികളായ നാവികരുമായി എൻട്രിക്ക ലെക്സി കപ്പൽ കൊച്ചി വിടും മുൻപ് തന്നെ തടഞ്ഞിടാനും കപ്പലിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന മാസ്മിലാരോ ലഥാര, സാൽവത്തോറ് ജോറോൺ എന്നീ നാവികരെ കപ്പലിലെത്തി അജിത്ത് കസ്റ്റഡിയിലെടുക്കുകയുമുണ്ടായി. അതായത് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച തോക്ക് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തി തൊണ്ടി മുതലായി കസ്റ്റഡിയിലെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതായത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ 90 ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം വരെ സമർപ്പിച്ചു. രാജ്യാന്തര ട്രൈബ്യൂണൽ വിധിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരമായി ഇറ്റലി 10 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചതോടെയാണ് സുപ്രീം കോടതി ഈ കേസ് അവസാനിപ്പിച്ചതുപോലും. അതായത് കൊല്ലം SP ആയിരിക്കെ പിടികിട്ടാപ്പുള്ളികളെയെല്ലാം അറസ്റ്റ് ചെയ്ത് അദ്ദേഹം റെക്കോർഡിട്ടു. രാഷ്ട്രീയക്കാർക്കെതിരെ മുഖം നോക്കാതെ അദ്ദേഹം നടപടിയെടുത്തിരുന്നു. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ സിഗ്നൽ നൽകാതെ റോഡിൽ കുടുക്കി ആക്ഷേപിച്ചെന്ന അജിത്തിനെതിരെ ജില്ലാ കളക്ടർ DGPക്ക് മുഖ്യമന്ത്രിക്ക് അന്ന് പരാതി നൽകി. എന്നാൽ കളക്ടറാണ് കുറ്റക്കാരനെന്നായിരുന്നു SPയുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം കമ്മീഷണർ, തൃശൂർ റേഞ്ച് IG, ഉത്തരമേഖല IG എന്നീ പദവികളടക്കം അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിവാദങ്ങളിൽ പെട്ടുപോയതെന്ന് തന്നെയാണ് ഇപ്പോൾ ചോദ്യമായി വരുന്നത്. അതിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് തന്നെയാണ് ഇത്തരമൊരു പുലിവാരി പിടിക്കാൻ കാരണമായെന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.